എസ് കെ നേരത്തെ കാശ്മീർ പറഞ്ഞു 2021 രമേശ് ചെന്നിത്തല അല്ലാതെ മറ്റൊരു പേര് വന്നില്ലല്ലോ എന്ന്. അത് അന്ന് രമേശ് ചെന്നിത്തലേ ഉള്ളൂ. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് 5 വർഷം പ്രതിപക്ഷ നേതാവായി UDF പറയേണ്ട കാര്യമില്ല. അവിടെ ഇപ്പോഴങ്ങനല്ല. ഈ രമേശ് ചെന്നിത്തല അപ്പുറത്തുണ്ട്, സമാന്തര പ്രതിപക്ഷ നേതാവ് ഡൽഹിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് KC വേണുഗോപാലുണ്ട്. തോക്കുന്നാണെങ്കിൽ സ്വാഭാവികമായിട്ട് വീടി എന്നവർ ഇരിക്കല്ലോ. ഈ ചർച്ച എന്തുകൊണ്ടാണ്? അന്നും ചർച്ചയുണ്ടായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തെ കുറിച്ചുള്ള ചർച്ചയല്ല, മന്ത്രിമാരുടെ മന്ത്രിമാരെ എന്താണെന്ന് വെച്ചാൽ ഇത്തവണ UDF ജയിക്കുകയാണ്, കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ ടീം UDF-ന്റെ വിജയം എന്നായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതിൽ രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, PK കുഞ്ഞാലിക്കുട്ടി, അങ്ങനെ ഒരു മൊത്തം ടീം UDF. പക്ഷേ ഒറ്റ കാര്യം, പക്ഷേ തോൽക്കുകയാണെങ്കിൽ ആ പഴി ആയിരിക്കും, അത് സംശയമൊന്നുമില്ല. പക്ഷേ അതിനകത്ത് നമ്മൾ കാണേണ്ടത് ഈ ഇലക്ഷൻ സമയത്ത് തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3 പേരും 3 സമാന്തര രേഖകളായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അവർ തമ്മിൽ ഒരു യോജിപ്പ് ഉണ്ടായിരുന്നില്ല. VD സതീശന്റെ വഴിക്ക് പോകുന്നു, രമേശ് ചെന്നിത്തല വഴിക്ക് പോകുന്നു, KC വേണുഗോപാൽ ആണെങ്കിൽ അങ്ങനെ മറ്റൊരു തരത്തിൽ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ കൈകാര്യം ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ പ്രചരണ രീതികളാണെങ്കിലും അവരുടെ പ്രസംഗങ്ങളാണെങ്കിലും എല്ലാം അവരെ കേന്ദ്രീകരിച്ച് ഞാൻ ആണ് ഈ കേരളത്തെ നയിക്കേണ്ടത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തത്. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ KC വേണുഗോപാൽ ഒരു വീട്ടിൽ പോയി കപ്പയും മീനും കഴിച്ച ഉൾപ്പെടെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അവര് ഒരു മത്സര രംഗത്തേക്ക് വരുന്നു. അപ്പം വീണ്ടും ഈ തവണ ജയിക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസം അവർക്കുണ്ട്. ആ വിശ്വാസത്തിൽ അവർക്ക് തെറ്റു പറയാനില്ല. ആ വിശ്വാസമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 2020 അതേ വിശ്വാസം അവർക്കുണ്ടായിരുന്നു. UDF-ന്റെ ആത്മവിശ്വാസത്തെ കുറിച്ചല്ല നമ്മുടെ ചർച്ച, എന്തിനാണ് ഇവർ തമ്മിൽ തല്ലുന്നതെന്നുള്ളതാണല്ലോ. അല്ല മനസ്സിലായി. അല്ല ഈ ചർച്ചയ്ക്ക് അടിസ്ഥാനം എന്താണ്? ചർച്ചയ്ക്ക് അടിസ്ഥാനം UDF ജയിക്കുമെന്ന് അവരുടെ കോൺഫിഡൻസ് ആണല്ലോ. ഞാൻ പറയുന്നത് 2021 ആ ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്? തൊട്ടു പറഞ്ഞ ആത്മവിശ്വാസം സർവേ ഫലങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നല്ല ആത്മവിശ്വാസത്തിലായിരുന്നു കോൺഗ്രസ്. എന്തിനാണ് ഈ പേഴ്സണൽ സ്റ്റാഫായിട്ട് IAS വരെ തീരുമാനിച്ചത്? ഞാൻ ചെന്നിത്തലയുടെ കോൺഫിഡൻസ് അത് ബാക്കി ആർക്കും മാത്രമല്ല, കോൺഗ്രസ് 100% ഉറപ്പിച്ച് വിശ്വസിച്ചിരുന്നത് അങ്ങനെ ഉണ്ടെന്നേ. ഇവിടെ ദിലീപേട്ടൻ പറഞ്ഞ ഒരു സെറ്റ് ഓഫ് ഉദാഹരണങ്ങൾ, അതൊക്കെ ഇലക്ഷൻ ശേഷമുള്ള ഉദാഹരണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പം റോസയുടെ കാര്യത്തിൽ, പഞ്ചാബിൽ ചരൺജീത് സിംഗ് ചന്നിയുടെ കാര്യത്തിൽ, ഈ പറയുന്ന വിജയ് ബഹുഗുണ ജോഷിയുടെ കാര്യത്തിൽ ഹൈക്കമാൻഡ് അത്തരത്തിൽ പ്രാദേശിക വികാരം പരിഗണിക്കാതെ തീരുമാനമെടുത്ത് കൈവള്ളിയവരാണ്. ഇപ്പൊ ഇവിടെയും അതുപോലെ ഏതെങ്കിലും ഒരു പ്രാദേശിക വികാരം കണക്കിലെടുക്കാതെ ആരെങ്കിലും ഈ പറയുന്ന പോലെ ഇറക്കി കൈവള്ളുകയാണെങ്കിൽ അതാ പാർട്ടിയുടെ വിധി. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ, അത് ഞാനോട് പ്ലീസ്. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവർ അത് നമ്മുടെ ആരുടെ വിശ്വാസം ആവേണ്ടതില്ല. അവർ ജയിക്കുമെന്ന് വിശ്വസിക്കുന്നു. അവർക്ക് മുഖ്യമന്ത്രിയാവാൻ യോഗ്യതയുണ്ടെന്ന് അവർ കരുതുന്ന 3 നേതാക്കളുണ്ട്. 3 നേതാക്കൾ ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയാണെന്ന് ആഗ്രഹിക്കുന്നു. അവരതിനുവേണ്ടി ലോബിംഗ് നടത്തുന്നു. അതെന്താ പിഴവെന്താണ്? ആകെയുള്ള പിഴവെന്താണെന്ന് അറിയാമോ? ഈ പറയുന്ന സൈബർ സ്പേസിൽ ഓരോ നേതാക്കൾക്ക് വേണ്ടിയും അണികൾ നടത്തുന്ന ക്യാമ്പയിനിൽ എന്റെ നേതാവ് നല്ലതാണെന്ന് പറയാൻ വേണ്ടി ഇന്ന നേതാവ് മോശമാണെന്ന് പറയുന്നത് വൾഗറാണ്, വഷളാണ്. അതിനപ്പുറം ഈ ചർച്ച നടക്കട്ടെ. ജനാധിപത്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.